സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്കാണ്. നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിലാസിനിയാണ്. വിദ്യാവിലാസിനിയാണ് കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ആശാപൂർണദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് പ്രഥമ പ്രതിശ്രുതി. കൃതിയുടെ പേര് പ്രഥമ പ്രതിശ്രുതി. കേരള ഗവർണറായ ആദ്യത്തെ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ കേരള ഗവർണറായ ആദ്യ മലയാളി. സുനാമി മുൻകൂട്ടി അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഡാർട്ട് ആണ്. ഡിസാസ്റ്റർ ആംഡ് റിലീഫ് ടാസ്ക് ഡാർട്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല നളന്ദ സർവകലാശാലയാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്ന് അറിയപ്പെടുന്നത് നാഗ്പൂരാണ്. നാഗ്പൂർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അംബേദ്കറെയാണ്. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ശ്രീലങ്കയെയും ഇന്ത്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ് നിർമ്മിക്കുന്നത്? സേതു സമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാക് കടലിടുക്കിലാണ് സേതു സമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ് നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം ഏതാണ്? വർക്കല കടപ്പുറമാണ്. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937 ആണ്. ഒറിയ ഭാഷ ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഇന്തോ ആര്യനാണ്. ഒറിയ ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഇന്തോ ആര്യൻ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ്
പൈറോഹീലിയോമീറ്റർ. പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ഹോക്കി. ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ്. പ്രിസം. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് നവഭാരതത്തിന്റെ പിതാവ്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? മാൽഗുഡി ഡേയ്സ് R.K. നാരായൺ. R.K. നാരായൺ. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? ചൂലന്നൂർ മയിലാണ്. മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ഗംഗാ നദിയിലൂടെയാണ്. ഗംഗ. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15 1959 സെപ്റ്റംബർ 15. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഭൂമിയാണ്. ഭൂമി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 32 ആണ്. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പാണ്. മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്നത് ചുവപ്പ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. വർണ്ണാന്തത അറിയപ്പെടുന്ന പേര്. വർണ്ണാന്തത ഡാൾട്ടനിസം. ഡാൾട്ടനിസം. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ട്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉണ്ണായി വാര്യർ
സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട. ഭക്തകവി എന്നറിയപ്പെടുന്നത് ആര്? ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. പൂന്താനം. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം? ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയത് 1964 1964. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനാവശ്യമായ രാസവസ്തു? ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനാവശ്യമായ രാസവസ്തു കാൽഷ്യം കാർബൈഡ് ആണ്. കാൽഷ്യം കാർബൈഡ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി? സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദ്. അശോക ചക്രത്തിലെ ആരക്കാലുകൾ? അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം? APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത് 1997 1997. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി? എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. പദ്ധതിയുടെ പേര് ജൻധൻ യോജന. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം 5 ആണ്. ഈ 5 വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം? ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. കുട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം? കുട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണമാണ്. പരിസ്ഥിതി സംരക്ഷണം. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ്? ഏഷ്യാഡിൻ്റെതാണ്. ഏഷ്യാഡ്. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ? എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ AK ഗോപാലനാണ്. AK ഗോപാലൻ. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം? എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗനാക്കി. പർവ്വതത്തിന്റെ പേര് മൗനാക്കി. എലി വിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു? എലി വിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ്. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3 3 വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത്. അത് ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം. 3ാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. 4. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? 21 വർഷമാണ്. 1893 മുതൽ 1914 വരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്. ഈ വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, പ്രധാനപ്പെട്ടവയാണ്. 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്, 1893 മുതൽ 1914 വരെ. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക്.
ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ആരാണ്? ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയത് M.L. ഗോവിന്ദൻ നായരാണ്. M.L. ഗോവിന്ദൻ നായർ. ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം. ലത്തൂർ ഭൂകമ്പം 1993 മഹാരാഷ്ട്രയിൽ ലത്തൂറിൽ ഭൂകമ്പം നടന്നത് 1993. ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഉദയഗിരി ഗുഹകൾ ഒഡീഷയിലാണ്. ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ്? ഉത്കലം ഒഡീഷയുടേതാണ്. ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ്? ഒഡീഷ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം. പഴങ്ങൾ പഴുക്കാനായിട്ട് പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാനായിട്ട് സഹായിക്കുന്നത്? പുകയിലെ എഥിലിനാണ്. എഥിലിനാണ് പഴങ്ങൾ പഴുക്കുവാനായിട്ട് സഹായിക്കുന്നത്. എഥിലിൻ. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ലോകായുക്തയാണ്. ലോകായുക്ത. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവലാണ്. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? നോവൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എ.ഒ. സ്ഥാപിച്ച സംഘടന. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എ.ഒ. സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എ.ബി. വാജ്പേയി. എ.ബി. വാജ്പേയി. തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39D. അനുച്ഛേദം 39D. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലമാണ്. കൊല്ലം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയമാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി കടക് വാസ്ലയിലാണ്. കടക് വാസ്ല. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? കടക് വാസ്ല. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. മനില. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര ഹിമാചൽ പ്രദേശ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ദി ട്രിബ്യൂൺ പ്രസിദ്ധീകരിക്കുന്നത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. പറങ്കി പടയാളി രചിച്ചത്. പറങ്കി പടയാളി രചിച്ചത് സർദാർ K.M. പണിക്കറാണ്. സർദാർ K.M. പണിക്കർ.
പ്രിസൺ ഡയറി രചിച്ചതാരാണ്? പ്രിസൺ ഡയറി ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായൺ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കവിയുടെ കാൽപ്പാടുകൾ എന്നത് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരാണ് കവിയുടെ കാൽപ്പാടുകൾ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ്. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബച്ചാവത്ത് റിപ്പോർട്ട് പത്രപ്രവർത്തകരുടെ വേതനമാണ്. പത്രപ്രവർത്തകരുടെ വേതനമാണ് ബച്ചാവത്ത് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല? ഇന്ത്യയിൽ ആദ്യമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാലയാണ്. ഡൽഹി സർവകലാശാല. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.